ഞാൻ മാത്രം എപ്പോഴും നിന്നെ എന്തിനു വിളിക്കണം? ആ എടി, ഇല്ല ഞാൻ ഇന്നലെ എത്തി. എന്തായാലും ഇന്ന് അവനെ കണ്ടേ പറ്റുള്ളൂ. ഇല്ല, അവനാണെ എനിക്ക് തരേണ്ട കെയറോ പ്രയോറിറ്റി ഒന്നും തരുന്നില്ല. ഇത് മുന്നോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അവനോടൊട്ട് പറഞ്ഞാൽ മനസ്സിലാക്കുന്നുമില്ല അവൻ. എന്തായാലും അവൻ ഇന്ന് മീറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും തീരുമാനം എടുത്തിട്ട് ഞാൻ തന്നെ വിളിക്കാം. ആ, അവനായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി. എപ്പോഴാ എത്തിയേ? രാവിലെ എത്തി. അപ്പൊ രാവിലെ എത്തി. എത്ര അറിഞ്ഞാ പോരാ നിനക്ക്? ഇന്നോ ഇന്നലെയോ? ഇന്നലെ. വിളിച്ചില്ല? വിളിച്ചിട്ട് എപ്പോഴാ എടുക്കാറുണ്ടോ നീ? പറഞ്ഞ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് പറഞ്ഞ മനസ്സിലാക്കാം. പറഞ്ഞാൽ മനസ്സിലാകുന്നില്ലല്ലോ. ഞാൻ എന്ത് ചോദിച്ചിട്ടാണ് നീ ഇപ്പൊ ഇങ്ങനെ പറയണത്? നീ എന്താ ചോദിക്കുന്നു എന്നോട്? എപ്പോഴേലും ഒന്ന് നീ ഓക്കെ ആണോന്ന് ചോദിച്ചിട്ടുണ്ടോ എന്നോട്? നീ എപ്പോഴെങ്കിലും എനിക്ക് പ്രയോറിറ്റി തന്നിട്ടുണ്ടോ? ഞാൻ ഈ 2 വർഷമായിട്ട് നിന്റെ കൂടെ നിന്നിട്ടും എന്റെ ആവശ്യം എന്താണെന്നോ ഒന്ന് എന്നെ കുറിച്ച് പോലും നിനക്ക് മര്യാദയ്ക്ക് അറിയില്ല. ഞാൻ എപ്പോഴെങ്കിലും നിനക്ക് പ്രയോറിറ്റി തരാതിരുന്നിട്ടുണ്ടോ? ഈ 2 മാസം അല്ലാണ്ട്. ഇല്ലെന്ന് പറഞ്ഞോ? ഇല്ലെന്ന് ഞാൻ പറഞ്ഞോ? അല്ല, ഇപ്പൊ നിർത്താൻ കാരണം തീരുമാനം എന്താ? എന്തുകൊണ്ട് നിർത്തുന്നത്? ഈ 2 മാസം നിനക്ക് ഞാൻ പ്രയോറിറ്റി തന്നില്ലെന്ന് പറഞ്ഞിട്ടോ? നീ 2 മാസം കൊണ്ടല്ല അർജു, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. ഈ മനസ്സിലാവാത്തതിന്റെ പ്രശ്നം തന്നെയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ ഈ റിലേഷൻ മുന്നോട്ട് പോവില്ല എന്ന്. ഇത് ഞങ്ങളുടെ ലൈഫിലെ ഒരു തുടക്കമല്ല, എന്നാൽ ഇതൊരു അവസാനവുമല്ല. ജീവിതത്തിൽ ഒന്നിക്കാൻ പറ്റില്ല എന്നറിഞ്ഞിട്ടും സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ചിലരുടെ കഥ. വിട.